ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നൂറാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് സ്ലീവ് എങ്ങനെ ചുരിദാർമ പിടിപ്പിക്കാമെന്നും സൈഡ് എങ്ങനെ കൂട്ടിയിടിക്കാമെന്നുള്ള രീതിയാണ് കേട്ടോ. ഇത് ബിഗിനേഴ്സിനുള്ള വീഡിയോ ആണ്. അപ്പം ഞാൻ ഈ ഒരു ചുരിദാർ അടിക്കുന്നതിൻ്റെ വീഡിയോസ് പാർട്ടായിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിപ്പോൾ സ്ലീവ് അടിക്കുന്നതിന് മുമ്പ് ആ കൈക്കുഴി ഒപ്പം വെച്ചത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകളുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്ലീവിന് ഒരു ജോയിൻ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ ജോയിൻ്റ് ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ സ്ലീവ് കട്ട് ചെയ്യണ രീതിയൊക്കെ ഞാൻ ചുരിദാർ കട്ട് ചെയ്യണ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ഈ ജോയിൻ്റ് എങ്ങനെ വന്നെന്നൊക്കെ നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. അപ്പോൾ ജോയിൻ്റ് വന്നാൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഞാനിത് രണ്ട് സ്ലീവിനും ഒരു ഭാഗത്ത് മാത്രം ഇട്ടാ ജോയിൻ്റ് ഉള്ളൂ, രണ്ട് സൈഡും ഇല്ല. സ്ലീവിൻ്റെ രണ്ട് സ്ലീവിനും ഓരോ ഭാഗത്ത് മാത്രമാണ് ഈ ജോയിൻ്റ് ഉള്ളൂ. അപ്പോൾ ഈ ജോയിൻ്റ് വരുന്ന ഭാഗം നമ്മൾ ബാക്കിൽ വരുന്ന രീതിയിൽ വേണം കേട്ടോ ചുരിദാർമ അറ്റാച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ അതൊക്കെ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഈ ജോയിൻ്റ് ചെയ്തെടുക്കുകയാണ്. ഈ ജോയിൻ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ ചുരിദാറിൻ്റെ അരികും മടിക്കടിക്കും കേട്ടോ. അപ്പോൾ ഇതുമ്പോൾ വേറെ വർക്കൊന്നുമില്ല. ഇത് തുടക്കക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇത് സിമ്പിളായിട്ട് തന്നെ ഒരു തയ്ക്കുന്ന ചുരിദാറാണ്. അപ്പോൾ തയ്യൽ പഠിക്കുന്നവർക്ക് ഇത് ഒരുപാട് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ ഞാനിവിടെ ചുരിദാറിൻ്റെ സ്ലീവിൻ്റെ അരിക് മടിക്കടിക്കണം കേട്ടോ. ആദ്യം ഒരു മടക്ക് മടക്കിയിട്ട് ഒന്നും കൂടി മടക്കി നമ്മൾ അടിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്റ്റിച്ചും ചെയ്യാം. ഡബിൾ സ്റ്റിച്ചും ഇതോടൊപ്പം തന്നെ ചെയ്തെടുക്കാം കേട്ടോ. സാധാരണ ഒരു സ്റ്റിച്ച് ചെയ്യണേലും ഭംഗി ഡബിൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ്. ഇത് അരികത്ത് കൂടെ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് സ്ലീവും അതുപോലെ തന്നെ നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ രണ്ട് സ്ലീവും ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ലീവ് ഒപ്പം വെച്ചിട്ട് നമുക്ക് ഈ ജോയിൻറ്റ് ചെയ്തിട്ടില്ലേ അതിൻ്റെ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയത്ത് കട്ട് ചെയ്ത് മാറ്റാം. രണ്ട് സ്ലീവും അതുപോലെ തന്നെ കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം. അപ്പോൾ രണ്ട് സ്ലീവിൻ്റെയും ഒപ്പം വെച്ച് ഞാൻ കറക്റ്റാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്തപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ ഭാഗം കുഴിച്ചൊന്നും വെട്ടിയിട്ടുണ്ടായില്ല കേട്ടോ. രണ്ട് സ്ലീവും ഒരുപോലെയാണ് വെട്ടിയെടുത്തത്. തയ്ക്കണ ഈ സമയത്താണ് നമ്മൾ സ്ലീവിൻ്റെ ഫ്രണ്ടിൽ വന്ന ഭാഗം കുഴിച്ചൊക്കെ വെട്ടണത്. ഇപ്പോൾ ജോയിൻ ചെയ്ത് രണ്ട് സ്ലീവും ഒപ്പം ഞാൻ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ ഈ സ്ലീവിന് ബാക്ക് ഫ്രണ്ട് എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. പിന്നെ ജോയിൻ ചെയ്ത ഭാഗം ബാക്കിൽ വരാൻ ശ്രദ്ധിക്കണം എന്ന് മാത്രം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ സ്ലീവ് രണ്ടും കറക്റ്റായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് ഒപ്പം നിവർത്തി വെച്ചിട്ട് നമ്മൾ ഫ്രണ്ടിൽ വന്ന ഭാഗം നമ്മൾ കുഴിച്ച് വെട്ടിക്കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ ജോയിൻറ്റ് ചെയ്തേക്കണ ആ ഭാഗം ബാക്കിൽ വരുമ്പോൾ ഫ്രണ്ടിൽ വരണ ഭാഗം ഇപ്പുറത്തെ സൈഡായിരിക്കുമല്ലോ, ആ സൈഡിലാണ് നമ്മൾ കുഴിച്ച് വെട്ടണത്. അപ്പോൾ അത് മാത്രം ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ ഈ ഭാഗം ബാക്കിലേക്ക് പോകാൻ വേണ്ടിയുള്ളതാണ്. അത് കാരണം കൊണ്ട് ഞാൻ ഇപ്പുറത്തെ സൈഡാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ ഭാഗം കുഴിച്ച് വെട്ടണത് കേട്ടോ. ഒരു 3/4 ഇഞ്ചോളം ഞാൻ കുഴിച്ച് വെട്ടുന്നുണ്ട്. അപ്പോൾ തയ്യൽ തുമ്പിലേക്ക് അത് എത്തിക്കണ്ട, നമ്മുടെ ജോയിൻ ചെയ്ത് വരുന്ന ആ ഭാഗം വരെ മതി. തയ്യൽ തുമ്പിലേക്ക് കുഴിച്ച് വെട്ടണ ഭാഗം എത്തിക്കണ്ട കേട്ടോ, അതെപ്പോഴും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കയറ്റിറക്കം വരും. നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ട് ആ ഭാഗം വരെ കുഴിച്ച് വെട്ടാൻ പാടുള്ളൂ. ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് കുഴിച്ച് വെട്ടണം കേട്ടോ. ഒരു 3/4 ഇഞ്ച് അത്രയും ഭാഗം വ്യത്യാസം നമുക്ക് ബാക്കിനെ അപേക്ഷിച്ച് ഫ്രണ്ടിൽ വന്നുള്ളൂ കുഴിച്ച് വെട്ടുമ്പോൾ. ഇനി ആ ഭാഗം തിരിച്ചറിയാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഫ്രണ്ട് ഭാഗത്ത് തന്നെ വരാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക്
ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തെടുത്തേക്കുന്ന പീസുണ്ടല്ലോ, ആ ഭാഗത്ത് കണ്ട് നമുക്ക് കഴുത്ത് കൂട്ടിയിടിക്കുമ്പോൾ ചെറിയൊരു കയറ്റിറക്കം ഇവിടെ വന്നത് ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് കറക്റ്റായിട്ട് പിടിപ്പിക്കാം. സ്ലീവിൻ്റെ സെൻറ്ററും ഷോൾഡറിൻ്റെ ആ കറക്റ്റ് ഭാഗം സെൻറ്ററും ഒപ്പം വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം തയ്ച്ചെടുക്കാൻ. അപ്പോൾ സെൻറ്ററിൽ നിന്ന് വേണം തയ്ച്ചെടുക്കാൻ കേട്ടോ. സെൻറ്ററിൽ നിന്ന് നമ്മൾ അറ്റത്തേക്കാണ് തയ്ച്ചെടുക്കുന്നത്. ആദ്യം ഈ സെൻറ്ററിൽ നിന്ന് ഒരു ഭാഗത്തേക്ക് തയ്ച്ചെടുക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ സെൻറ്ററിൽ വെച്ചിട്ട് മറ്റേ ഭാഗത്തേക്കും തയ്ച്ചെടുക്കും. അങ്ങനെയാണ് സാധാരണ സ്ലീവ് ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യണത്. ഇപ്പോൾ സ്ലീവ് അടിക്കുമ്പോൾ സ്ലീവിൻ്റെ കുഴിഞ്ഞ ഭാഗവും ആ വളച്ച് വിട്ടേക്കണ കൈക്കുഴിയുടെ ഭാഗമൊക്കെ വലിഞ്ഞു പോകാണ്ട് നമ്മൾ ശ്രദ്ധിച്ചടിക്കണം കേട്ടോ. അങ്ങനെ വലിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചുളുക്ക് വരും. പിന്നെ വന്ന ഒരു വ്യത്യാസം ഏതെങ്കിലും ഒരു ഭാഗം കൂടുതലായിട്ട് വരും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ നമ്മൾ ആ ഭാഗങ്ങൾ ശ്രദ്ധിച്ച് വെച്ച് കൊടുത്ത് അടിക്കണം. ഇതിപ്പോൾ ഒരു വശം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം ആ സെൻറ്ററിൽ നിന്ന് തന്നെ തുടങ്ങി കൈക്കുഴിയുടെ ആ ഭാഗത്ത് അവസാനിപ്പിക്കണം. അങ്ങനെ 2 സ്ലീവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് തുടക്കക്കാരൊക്കെ ആകുമ്പോൾ നമ്മുടെ ഇത് കറക്റ്റാണോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ആദ്യം ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ ചുരിദാർ തന്നെയാണല്ലോ നമ്മൾ സ്വന്തമായിട്ട് തയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ അതൊന്ന് വെച്ച് ഇട്ട് നോക്കാം. ഇട്ട് നോക്കിയിട്ട് ഷോൾഡറൊക്കെ കറക്റ്റ് തന്നെ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ആ സമയത്ത് നോക്കാം. എന്നിട്ട് സൈഡ് കൂട്ടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അഴിക്കലിൽ നിന്ന് രക്ഷപ്പെടാം. എന്നിട്ട് ഒരു സ്റ്റിച്ച് അടിച്ച് ഇട്ട് കഴിഞ്ഞിട്ട് വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് രണ്ടാമത്തെ സ്റ്റിച്ചും കൂടി അതിൻ്റെ മീതെ കൊടുക്കാം. ആദ്യത്തെ സ്റ്റിച്ച് അടിച്ചിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ആ സമയത്ത് അത് അഴിച്ചിട്ട് അത് കറക്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ പിന്നത്തെ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യാൻ. ഇപ്പോൾ ഞാൻ 2 സ്റ്റിച്ചും ഇവിടെ തന്നെ കൊടുക്കുകയാണ്. നമ്മുടെ ചുരിദാർ നമ്മൾ സ്വന്തമായിട്ട് തയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏത് ഭാഗങ്ങളാണ് തയ്ക്കുന്നത് ആ ഭാഗങ്ങൾ കഴിയുമ്പോൾ ഒന്ന് നമ്മൾ സ്വന്തം ഒന്ന് ഇട്ട് നോക്കണം. ഒന്ന് വെറുതെ ആണെങ്കിലും തല വഴി ഇട്ടിട്ട് ഒന്ന് കറക്റ്റൊക്കെ ആണോ എന്ന് വെച്ച് നോക്കണം കേട്ടോ. ഇപ്പോൾ അതേ ഒരു വശത്തെ സ്ലീവ് അടിച്ചെടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒട്ടും കൂടുതലൊന്നുമില്ല. അപ്പോൾ ഈ ചുരിദാറിൻ്റെ നേരെയുള്ള ലൈനിങ് വന്നതുണ്ട്, അത് സ്ലീവിനും വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്ലീവ് അതുപോലെ തന്നെ എടുക്കണം എന്ന് പറഞ്ഞത്. നേരെയുള്ള വശം തന്നെ വന്നെന്ന് കട്ട് ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വശത്തും ഞാനിപ്പോൾ ഇതുപോലെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് മുന്നുള്ള വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം. ഒരു ചുരിദാർ തയ്ക്കേണ്ട എല്ലാ കാര്യങ്ങളും അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഷോൾഡർ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് നമ്മൾ ബാക്കിലേക്ക് പോകുന്ന രീതിയിൽ വേണം കേട്ടോ വയ്ക്കാൻ. കാരണം ബാക്കിനൊക്കെ അടിച്ച് മറിക്കുമ്പോൾ ആ തയ്യൽ തുമ്പ് കഴുത്തിൻ്റെ ഭാഗത്ത് ബാക്കിലേക്ക് പോകും. പിന്നെ കൈ സ്ലീവ് പിടിപ്പിക്കുന്നിടത്ത ഭാഗത്തും ബാക്കിലേക്ക് പോകാൻ തന്നെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അത് പിരിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് അതൊരു വൃത്തികേടാണ്. അപ്പോൾ അതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ തയ്ക്കാൻ. ഈ സ്ലീവും അതുപോലെ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ സ്ലീവ് 2ഉം തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് കൂട്ടണ പണിയാണ്. സൈഡ് കൂട്ടുമ്പോൾ നമ്മൾ ഇതിൻ്റെ കൈയും വണ്ണവും വേസ്റ്റിൻ്റെ ഭാഗവും എല്ലാം കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് സൈഡ് കൂട്ടാൻ. പിന്നെ സൈഡ് കൂട്ടുമ്പോൾ ഈ ജോയിൻ്റൊക്കെ ഒപ്പം വരാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ജോയിൻ്റ് ഒപ്പം വരാൻ വേണം. തയ്ക്കുമ്പോൾ തയ്യൽ തുമ്പ് 2ഉം ഒരേ വശത്തേക്ക് തന്നെ വെച്ച് അടിക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചുരിദാറിൻ്റെ കൈയുടെ ഈ ഭാഗത്തെ വണ്ണം ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ വണ്ണം മാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ചുരിദാറിൻ്റെ അളവ്, നമ്മുടെ കയ്യിലുള്ള അളവ് ചുരിദാറിൻ്റെ വണ്ണം നമ്മൾ പിടിച്ച് നോക്കണം. നമ്മളിപ്പോൾ അത് വച്ചിട്ടാണ് ഈ ചുരിദാർ കട്ട് ചെയ്തത്. അപ്പോൾ നമുക്കിതിൻ്റെ അളവ് അറിയണം എന്നുണ്ടെങ്കിൽ ഈ കൈക്കുഴിയുടെ ഭാഗത്ത് നിന്ന് മറ്റേ കൈക്കുഴി വരെ നമ്മൾ ടേപ്പ് വെച്ച് അളന്ന് നോക്കണം. അപ്പോൾ എനിക്കിവിടെ 21.5 ഇഞ്ചാണ് അളവ് കിട്ടിയേക്കുന്നത്. അപ്പോൾ 21.5 ഇഞ്ച് നമുക്ക് തയ്ക്കുന്ന ചുരിദാറിൽ മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ നമ്മൾ വെട്ടിയേക്കുന്ന ചുരിദാറിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ, ആ സെൻറ്റർ ആദ്യം മാർക്ക് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒരേ അളവ് നമ്മൾ മാർക്ക് ചെയ്താണ് ഈ ചുരിദാറിൻ്റെ ചെസ്റ്റ് കണ്ടുപിടിക്കുന്നത്.
അപ്പോൾ എനിക്കിവിടെ ഈ ചുരിദാറിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാൻ ഈ തുണിയുടെ മടക്ക് ഭാഗം തന്നെ ആയതുകൊണ്ട് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ 2 വശത്തേക്കും 10.25 വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ ഭാഗവും നമ്മൾ ഇതേപോലെ തന്നെ അളന്ന് 2 വശത്തേക്കും ഈക്വലായിട്ട് മാർക്ക് ചെയ്യണം. അതിന് ആദ്യം തന്നെ ചുരിദാറിൻ്റെ സെൻറ്റർ നമുക്ക് മാർക്ക് ചെയ്യണം. എന്നിട്ട് വേണം അവിടെ നിന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒരേ അളവിൽ മാർക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇവിടെ ചുരിദാറിൻ്റെ വേസ്റ്റിൻ്റെ അളവ് 19 ഇഞ്ചാണ് എനിക്കിവിടെ വേണ്ടത്. 19 ഇഞ്ചിൻ്റെ പകുതി 9.5 ഇഞ്ച് വെച്ച് ഞാൻ 2 ഭാഗത്തേക്കും മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ലൊരു മേശമ വിരിച്ചിട്ടിട്ട് നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് തയ്ക്കാനിരിക്കാം കേട്ടോ. 2 ഭാഗത്തും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് സ്ലിറ്റ് ഇല്ലാത്ത ചുരിദാറായതുകൊണ്ട് നമുക്ക് ഹിപ്പിൻ്റെ ഭാഗമൊന്നും മാർക്ക് ചെയ്യണ്ട. ഹിപ്പിൻ്റെ ഭാഗമൊക്കെ നമുക്ക് കിട്ടണ ലൂസ് തന്നെ എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് എടുത്തേക്കണം 1.5 ഇഞ്ച് തയ്യൽ തുമ്പല്ലേ, അത് തന്നെ നമ്മൾ താഴത്തേക്കും 1.5 ഇഞ്ച് എടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ കൂട്ടിയിടിക്കുമ്പോൾ താഴത്തേക്ക് വരുമ്പോൾ തയ്യൽ തുമ്പ് കുറച്ച് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമുക്ക് അതനുസരിച്ച് ആ ലൂസും കൂടി ഇതിനകത്ത് കിട്ടുമല്ലോ. എന്നിട്ട് നമ്മൾ ഇനി മാർക്ക് ചെയ്തേക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ വരച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ വരയുടെ ഭാഗത്തു കൂടെ തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. തുടക്കക്കാരെ എപ്പോഴും ശ്രദ്ധിക്കണേന്, എപ്പോഴും നല്ല എക്സ്പെർട്ട് തയ്യൽക്കാരുടെ കൂട്ട് വേഗം തയ്ച്ചെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. നല്ല സാവധാനം നല്ല ക്ഷമയോടുകൂടി തയ്ച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് വരുമ്പോൾ നമ്മൾ സൂചി കുത്തി നിർത്തുകയാണ് ചെയ്യണത്. ഈ ഭാഗത്ത് ഈ തയ്യൽ തുമ്പ് രണ്ടും ഞാൻ മോൾ ഭാഗത്തേക്ക് പതിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടും ഒരേപോലെ വരാനും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അവിടെയും കയറ്റവർക്കൊന്നും വരരുത്. അതാണ് വൃത്തിയായിട്ട് തയ്ക്കണതിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമ്മൾ ഒപ്പം എല്ലാ ജോയിൻസും കറക്റ്റായിട്ട് വന്നതാണ് നമ്മൾ തയ്ക്കണതിൻ്റെ പെർഫെക്ഷൻ്റെ ഒരു കാര്യം. എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെയൊക്കെ ഷേപ്പ് ചെയ്ത് വരക്കണം കേട്ടോ. ഈ വേസ്റ്റിൻ്റെ ഭാഗമൊക്കെ വരുമ്പോൾ നമ്മൾ അതേ ഷേപ്പിൽ ഇങ്ങനെ വരച്ചെടുക്കണം. എന്നിട്ട് താഴത്തേക്ക് വരുന്നതോറും നമുക്ക് തയ്യൽ തുമ്പ് കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ ആ ലൂസ് നമുക്കിതിവിടെ ചുരിദാറിന് കിട്ടും. അപ്പോൾ ഈ വശത്ത് ഞാൻ താഴെ വരെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ ഭാഗവും നമുക്ക് അതുപോലെ തന്നെ തയ്ച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തേക്കണത് ഇപ്പുറത്തെ ഭാഗത്തല്ലല്ലോ, അപ്പുറത്തെ ഭാഗത്തല്ല 2 സൈഡും നമ്മൾ മാർക്ക് ചെയ്തേക്കണം. ആ മാർക്കിങ് നമ്മൾ ഇപ്പുറത്തും അതുപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ചെസ്റ്റിൻ്റെ ഭാഗം വരുമ്പോൾ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത ആ ഭാഗത്തു നിന്ന് പിടിച്ച് കറക്റ്റ് 21.5 ഇഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്ത് ഇവിടെ അടയാളപ്പെടുത്താം. ആദ്യം സ്റ്റിച്ച് ചെയ്ത ഭാഗത്തു നിന്ന് ഇനി പിടിച്ചാൽ മതി. നമുക്കിനി ഈ ഭാഗത്ത് അടയാളപ്പെടുത്തുമ്പോൾ സെൻറ്റർ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ആദ്യം സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് കറക്റ്റായിട്ട് ഈ വശത്തേക്ക് 21.5 ഇഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്യാം. വേസ്റ്റിൻ്റെ ഭാഗം 19 ഇഞ്ച് അവിടെ നിന്ന് പിടിച്ച് മാർക്ക് ചെയ്യാം. അങ്ങനെ രണ്ടും മാർക്ക് ചെയ്ത് ഷേപ്പ് ചെയ്ത് വരച്ചിട്ട് ഈ ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത ഇതാണ് കേട്ടോ ഞാനിന്ന് വരച്ച് കാണിച്ചത്. അവിടെ നിന്ന് നമുക്ക് ഈ ടേപ്പ് വെച്ച് അളന്ന് ഇപ്പുറത്തെ ഭാഗത്തേക്ക് കറക്റ്റ് 19 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ തമ്മിൽ വരച്ച് യോജിപ്പിക്കണം. അപ്പോൾ ഈ ഷേപ്പ് ചെയ്യുന്ന ഭാഗം വരുമ്പോൾ നമ്മൾ ആ ഷേപ്പിൽ തന്നെ വരച്ചെടുക്കണം കേട്ടോ. നേരെ അവിടെ കുത്തി നിർത്തിയിട്ട് താഴത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കരുത്. അവിടെ ഷേപ്പിൽ തന്നെ മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ.
ഇനി നമുക്ക് ഈ സൈഡും കൂട്ടിയിടിച്ചെടുക്കാം. എപ്പോഴും തയ്ക്കുമ്പോൾ കെട്ടിട്ട് അടിച്ച് എടുക്കണം, അല്ലെങ്കിൽ അത് തുറന്നു വരും. കൈക്കുഴിയുടെ ഭാഗത്ത് ജോയിൻറ്റ് ഒപ്പം വെച്ചിട്ട് ആ തയ്യൽ തുമ്പ് രണ്ട് മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം അടിച്ചെടുക്കാൻ കേട്ടോ. ഇതിപ്പോൾ ഈ ചുരിദാറിൻ്റെ ബാക്കിൽ നമ്മൾ ടക്കൊന്നും ഇടണില്ല, കാരണം നമ്മൾ കറക്റ്റ് അളവിൽ തന്നെയാണ് നമ്മൾ തയ്ക്കണത്. ഇനിയിപ്പോൾ നമ്മൾ ഈ കൂട്ടിയടിച്ച അളവിൽ എന്തെങ്കിലും ലൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കിൽ നമുക്ക് ടക്കിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ ബാക്കിൽ ടക്കിടുന്നത് കൂടുതൽ ഉപകാരപ്പെടുന്നത് നമുക്ക് ഇത്തിരി വയറൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ബാക്കിൽ ടക്കിട്ടാൽ നന്നായിരിക്കും. പിന്നെ വയറൊന്നും അധികമില്ല, നല്ല ഷേപ്പുള്ള ബോഡിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടക്കിട്ടില്ല എങ്കിലും കുഴപ്പമില്ല. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും വേണമെങ്കിലും ടക്കിടാം. അപ്പോൾ ഫ്രണ്ടിൽ ടക്കൊക്കെ അങ്ങനെ ഇടുന്നവർക്ക്, ബ്രസ്റ്റൊക്കെ ഒരുപാടുള്ളവർക്കൊക്കെയാണ് അങ്ങനെ ഫ്രണ്ടിലും കൂടി ടക്കിട്ടാൽ ഭംഗി വരുന്നത്. അപ്പോൾ ഈ ചുരിദാറിന് ഞാൻ ബാക്കിൽ ടക്കിടണില്ല. ബാക്കിൽ ടക്കിടുമ്പോൾ നമ്മുടെ അളവിലും വ്യത്യാസം വരും. അപ്പോൾ അളവ് കൂട്ടിയെടുത്തെങ്കിലാണ് ബാക്കിൽ ടക്ക് പിടിക്കാനുണ്ടാവുള്ളൂ. ഇതിപ്പോൾ തയ്ച്ചിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വല്ല ലൂസ് കൂടുതൽ അവിടെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ബാക്കിൽ ടക്കിട്ട് കൊടുക്കാം കേട്ടോ, ബാക്കിൽ മാത്രം. ഇപ്പോൾ രണ്ട് ഭാഗത്ത് ഞാൻ ഷേപ്പ് ചെയ്ത് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ചുരിദാർ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് ഇട്ട് നോക്കാം, എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടോയെന്ന്. കുഴപ്പമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ സൈഡിൽ കൂടെ ഒരടിയും കൂടി അടിച്ച് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഈ ലൂസ് ഉണ്ടെങ്കിൽ ബാക്കിലൊന്ന് ടക്കിട്ട് കൊടുത്ത് അത് കറക്റ്റായി കിട്ടും കേട്ടോ. ഇനി കൈക്കുഴിയുടെ ഈ ജോയിൻറ്റ് തമ്മിൽ ഒപ്പം പിടിച്ചിട്ട് താഴത്തേക്ക് ഒപ്പം പിടിച്ച് നമ്മളൊരു മേശയമ്മ ഇത് വിരിച്ചിടാം. എന്നിട്ട് നമുക്ക് ഇനി താഴ്ഭാഗം നമ്മൾ ഷേപ്പ് ചെയ്തിട്ടില്ല, വെറുതെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണം. അപ്പോൾ അത് ഷേപ്പ് ചെയ്തില്ലെങ്കിൽ രണ്ട് ഭാഗം നമുക്ക് തൂങ്ങിക്കിടക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഈ കൈക്കുഴിയുടെ ഈ ഭാഗം ഒപ്പം പിടിച്ച് ഈ സൈഡ് രണ്ടും ഒപ്പം പിടിച്ചിട്ട് ഇങ്ങനെ നിവർത്തിയിടാം. എന്നിട്ട് നമുക്കിവിടെ ചുരിദാറിൻ്റെ ലെങ്ത്ത് വേണ്ടത് 45 ഇഞ്ചാണ്. അപ്പോൾ തയ്യൽ തുമ്പോടുകൂടി ഇതിൽ 46 ഇഞ്ചുണ്ട്. അപ്പോൾ ഈ 46 ഇഞ്ച് ഫ്രണ്ടിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അത് സൈഡിലും കറക്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ മുകളിൽ നിന്ന് ഷോൾഡറിൽ നിന്ന് ടേപ്പ് വച്ചിട്ടില്ലേ, ആ ഭാഗത്ത് വെച്ചിട്ട് തന്നെ ടേപ്പ് ഈ സൈഡിലേക്ക് കൊണ്ടുവരണം. ഷോൾഡറിൻ്റെ അവിടെ അതുപോലെ തന്നെ ഇരിക്കണം. സൈഡിലേക്ക് വരുമ്പോൾ ചെരിച്ച് കൊണ്ടുവരണം. കണ്ട, ഇതിപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നേരെ സ്ട്രെയിറ്റ് താഴത്തേക്കാണ് കാണിച്ചേക്കണത് 46 ഇഞ്ച്. ഇനി ഇത് ഇവിടെ വെച്ചിട്ട് തന്നെ നമ്മൾ ആ ടേപ്പ് സൈഡിലേക്ക് കൊണ്ടുവരണം. ഷോൾഡറിൻ്റെ ആ ഭാഗത്തുനിന്ന് മാറ്റരുത്, ആ ഭാഗത്തുനിന്ന് ചെരിച്ച് നമ്മൾ സൈഡിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് സൈഡിൽ നമ്മൾ 46 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യണം. ആ 46 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ മാർക്കുമേന്ന് ഫ്രണ്ടിലേക്ക് ഷേപ്പ് ചെയ്ത് വരയ്ക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഷേപ്പ് ചെയ്യുമ്പോൾ നേരെ അറ്റം വരെ കൊണ്ടുപോകരുത്, കുറച്ചുകൊണ്ട് നീക്കിയിട്ടിട്ടാണ് ഷേപ്പ് ചെയ്ത് നിർത്തേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 46 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്ത് വരച്ചിട്ട് കട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടം വരെ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളൂ, അറ്റത്തേക്ക് കൊണ്ടുപോയിട്ടില്ല. ഈ ഭാഗം വരെ മാർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ഭാഗം വരെ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അറ്റത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു വി ഷേപ്പ് പോലെ അങ്ങോട്ട് അറ്റത്തേക്ക് പോകും, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇവിടെ നിന്ന് ഷേപ്പ് ചെയ്ത് ആ ഭാഗം വരെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ സ്റ്റിച്ചിങ് വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ അടിഭാഗം തയ്ക്കണത്, ചുരിദാറിൻ്റെ അടിഭാഗം എങ്ങനെ ബിഗിനേഴ്സിന് നല്ല വൃത്തിയായിട്ട് തയ്ക്കാം എന്നുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചുരിദാറിൻ്റെ എല്ലാ സ്റ്റിച്ചിങ്ങും പാർട്ടായിട്ട് ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം തുടക്കക്കാർക്ക് ഈ വീഡിയോ ഒരുപാട് യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കണേ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കൂടെ ചോദിക്കാം. അപ്പോൾ എല്ലാ പാർട്ടായിട്ടുള്ള എല്ലാ വീഡിയോസും കണ്ട ഒരു തുടക്കക്കാർക്ക് എങ്ങനെ ഒരു ചുരിദാർ തയ്ച്ചെടുക്കാമെന്ന് മനസ്സിലാവും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.